ഈ 44ാമത്തെ സെഷനിലും ആദ്യം പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഡയറക്ടേഴ്സ് വേറെ കമ്പനിയുടെ ഡയറക്ടർക്ക് മറ്റൊരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് തുടരാൻ പറ്റില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ പ്രീവിയസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, ഫൈനൽ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് പെൻഡിങ് ഒക്കെ വരുത്തി അവരുടെ അക്കൗണ്ട് ഇംപ്രോപ്പർ ആണെങ്കിൽ അയാൾ ഒരിക്കലും പുതിയൊരു കമ്പനിയുടെ ഡയറക്ടർ ആക്കാൻ പറ്റില്ല. അത് മാത്രമല്ല 5 കൊല്ലത്തേക്ക് അയാൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ കിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ പ്രൈവറ്റ് കമ്പനീസിന് ഈ ആർട്ടിക്കിളിൽ ഒരു ഡയറക്ടേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഡിസ്ക്വാളിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ അയാൾ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിപ്പോകണം. ഇനി ആ 30 ഡേയ്സിനുള്ളിൽ തൊട്ട് 70 ഡേയ്സ് വരെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെറ്റീഷൻ അപ്പീലോ കൊടുക്കാനുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാം. ഇനി ആ ദിവസത്തിനുള്ളിൽ അയാളുടെ പെറ്റീഷൻ തള്ളിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പെറ്റീഷൻ തുടരുന്നത് വരെ അയാൾക്ക് ആ പൊസിഷനിൽ നിൽക്കാം എന്നാണ് പറയുന്നത്. ഇനി നമ്മളുടെ ഡയറക്ടറിൻ്റെ ലീഗൽ പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. ദറ്റ് ഈസ് ദ റോൾ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി. അതിനും കൃത്യമായിട്ടുള്ളൊരു നിർവചനം നമ്മളുടെ കമ്പനി ആക്ടിൽ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ട്രസ്റ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മാനേജിങ് ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ട്രസ്റ്റി ആയിട്ടും മാനേജിങ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് അവർക്ക് ഓരോ കമ്പനിയിൽ കിട്ടുന്ന പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു ഡയറക്ടറുടെ നിർവചനം പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ നമുക്ക് ആസച്ച് ഒരു റോളിനെ കുറിച്ചിട്ട്, ലീഗൽ പൊസിഷനെ കുറിച്ചിട്ട് കമ്പനി ലോയിൽ പറയുന്നില്ല. അപ്പോൾ ജനറലി നമ്മൾ നോക്കുമ്പോൾ ഡയറക്ടേഴ്സിന് 2 മെയിൻ ആയിട്ടുള്ള റോളാണുള്ളത്. ഒന്ന് ഡയറക്ടർ ആസ് എൻ ഏജൻറ്റ് ആൻഡ് ഡയറക്ടർ ആസ് എ ട്രസ്റ്റി. ആദ്യം ഡയറക്ടർ ആസ് എൻ ഏജൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സണാണ്, ക്രിയേറ്റഡ് ബൈ ലോ. ഇങ്ങനെയുള്ള ഈ ഒരു കമ്പനി ആക്ട് ചെയ്യുന്നത് അവരുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിലൂടെയാണ്. അപ്പോൾ ഈ പറയുന്ന കമ്പനിയും ഡയറക്ടറും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോൺട്രാക്ട് ലോയിൽ പറഞ്ഞ പോലെ ഒരു പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻ പോലെയാണ്. കമ്പനി ഒരു പ്രിൻസിപ്പളും ഡയറക്ടേഴ്സ് അതിൻ്റെ ഏജൻറ്റുമാണ്. അപ്പോൾ കമ്പനിയുടെ ബിഹാഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, സോ ഈ പറയുന്ന കമ്പനിയിലെ ഡയറക്ടേഴ്സ് കമ്പനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ കമ്പനിയുടെ ആർട്ടിക്കിൾസ് പറയുന്ന കാര്യങ്ങളും അതുപോലെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പറയുന്ന കാര്യങ്ങളും അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് വേണം കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും കമ്പനി ലയബിളായിരിക്കും. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഓക്കെ, കാരണം ഏജൻ്റാണ് ആ കമ്പനിയുടെ ഏജൻ്റായിട്ട് ഡയറക്ടേഴ്സ് ആ കമ്പനിയുടെ മെമ്മറാണ്ടവും കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കമ്പനി ലയബിളാണ്. ഇനി ഈ പറയുന്ന ഡയറക്ടേഴ്സ് അവരുടെ അതോറിറ്റി വിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലയബിലിറ്റി കമ്പനി ഏറ്റെടുക്കില്ല. അതിൻ്റെ ലയബിലിറ്റി ആ ഡയറക്ടേഴ്സിന് തന്നെ വ്യക്തിപരമായിട്ടുണ്ടാവും. അതാണ് ഈ ഒരു ലയബിലിറ്റിയുടെ കാര്യം പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ കമ്പനിയിലെ ഡയറക്ടേഴ്സ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ്, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല. അവർ സെലക്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സിനാണ് ഇൻവോൾവ് ചെയ്യുന്നത്. എന്ന് വെച്ച് ഡയറക്ടേഴ്സ് ആർക്കും തന്നെ അവരൊരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നില്ല. അവർ എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡയറക്ടേഴ്സ് ഇൻവോൾവ് ആവുക. അപ്പോൾ ഒരു കമ്പനിയുടെ ഏജൻ്റ് എന്ന നിലയ്ക്ക് ഡയറക്ടർ തീർച്ചയായിട്ടും നമ്മളുടെ കമ്പനിയുടെ ഇൻസ്ട്രക്ഷൻസ്, കമ്പനിക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, കമ്പനിയുടെ അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസൊക്കെ കൊടുക്കുക. പക്ഷേ അതെപ്പോഴും മെമ്മറാണ്ടവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണമെന്ന് മാത്രം. ഓക്കെ, ഇനി ഡയറക്ടേഴ്സ് ഒരു ട്രസ്റ്റി എന്ന രീതിയിൽ, ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി. കാരണം കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പൈസയുടെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നത് ഡയറക്ടേഴ്സാണ്.
അപ്പോൾ അവരുടെ കയ്യിൽ കമ്പനിയുടെ ഇതിലായിട്ട് ഒരുപാട് പൈസകൾ അവർ കൈകാര്യം ചെയ്യുമ്പോൾ അത് കമ്പനിക്ക് വേണ്ടിയിട്ട് വിശ്വസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഫണ്ടുകൾ അവർ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിക്കാനുള്ള രീതിയിലാണ് ട്രസ്റ്റി എന്നൊരു ഉദ്ദേശം പറയുന്നത്. അവർ അതൊരിക്കലും മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം എല്ലാവരും ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആയാലും കമ്പനിയുടെ ബാക്കിയുള്ളവരൊക്കെ ആയാലും ഇങ്ങേരെ വിശ്വസിച്ച് ഇങ്ങേരിലേക്കാണ് ആ ഫണ്ടുകളും കാര്യങ്ങളും കൊടുക്കുന്നതും ഇദ്ദേഹം അത് കമ്പനിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഡയറക്ടർ ഒരു ട്രസ്റ്റി എന്ന നിലയ്ക്ക് നമ്മളുടെ ഡയറക്ടറുടെ പവർ ഈ പറയുന്ന ഫണ്ടുകൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിനിയോഗിക്കേണ്ടത്. ഇദ്ദേഹം എന്തെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിലേക്ക് വന്നു ചേരുന്ന കമ്പനിയുടേതായിട്ടുള്ള പ്രത്യേകിച്ചും പൈസകൾ ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ഇതിനുള്ള ബാധ്യത ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് നിയമപരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഡയറക്ടർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരുവിധം എല്ലാ പവേഴ്സും അദ്ദേഹത്തിനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു വിശ്വാസത്തിന് പുറത്തുള്ള ആ പവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഡയറക്ടർ ഷെയർസിൻ്റെ കോൾസ് ആയാലും ഷെയർസ് കണ്ടുകെട്ടുന്നതിനും ഫർദർ ക്യാപിറ്റൽ ഇഷ്യൂസ് ഫോം ചെയ്യാനും അതുപോലെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനും ഇതെല്ലാം ആ ഒരു വിശ്വാസത്തിൽ കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡയറക്ടർ ട്രസ്റ്റി എന്ന നിലയ്ക്ക് കമ്പനിക്ക് ട്രസ്റ്റി ആവുകയാണെങ്കിൽ കമ്പനിക്ക് മാത്രമേ ട്രസ്റ്റി ആവുന്നുള്ളൂ, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡറിന് ഒരിക്കലും ട്രസ്റ്റി ആവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കമ്പനിയായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുള്ള ഒരു തേർഡ് പാർട്ടിക്കും നമ്മുടെ ഡയറക്ടർ ട്രസ്റ്റി എന്ന രീതിയിൽ വരുന്നില്ല. ഓക്കെ, സോ ഈ ഒരു ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ ട്രസ്റ്റി എന്ന നിലയ്ക്ക് അത് ലീഗൽ സെൻസിൽ നമുക്കത് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം ലീഗൽ സെൻസിൽ നമ്മൾ പറയുന്ന ട്രസ്റ്റിയും നമ്മുടെ കമ്പനിയുടെ ഡയറക്ടറുടെ ട്രസ്റ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലീഗൽ സെൻസിൽ നമ്മൾ പറയുന്ന ഒരു ട്രസ്റ്റി, ഒരു പ്രിൻസിപ്പളുടെ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പളിന് ബിഹാഫായിട്ട് ആ പ്രിൻസിപ്പളിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഓണറായിട്ടാണ് ആ ട്രസ്റ്റി വരുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ എല്ലാ ഓണർഷിപ്പും ട്രസ്റ്റിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതുപോലെയല്ല നമ്മുടെ ഡയറക്ടർ എന്ന ട്രസ്റ്റിക്ക്. കാരണം ഡയറക്ടർ എന്ന ട്രസ്റ്റിക്ക് നമ്മുടെ കമ്പനിയുടെ വെൽത്തിലും പ്രോപ്പർട്ടീസിലും പവറിലും മാത്രമേ എന്തുള്ളൂ, ആ ട്രസ്റ്റിഷിപ്പ് ഉള്ളൂ. അല്ലാത്ത ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കമ്പനിയുടെ ലോൺസിലോ ലയബിലിറ്റീസിലോ അദ്ദേഹത്തിന് ട്രസ്റ്റിഷിപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ കമ്പനിയുടെ എന്തെങ്കിലും ലോൺസോ ലയബിലിറ്റീസിലോ ഉള്ള കാര്യത്തിൽ നമ്മുടെ ഡയറക്ടർ ട്രസ്റ്റി എന്ന നിലയ്ക്ക് ഒരു കാര്യം നിയമപരമായിട്ട് അയാളുടെ എഗെയിൻസ്റ്റ് നീക്കാനായിട്ട് പറ്റില്ല. ഇനി ഡയറക്ടേഴ്സ് ഒരു മാനേജിങ് പാർട്ണർ എന്നുള്ള രീതിയിൽ, അതായത് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് മാനേജിങ് പാർട്ണർ എന്നുള്ള പൊസിഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അവരും ഇൻ അഡീഷൻ ടു ദാറ്റ് ദേ ദെംസെൽഫ് ആർ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പം മാനേജിങ് പാർട്ണർ മാത്രമല്ല, ഡയറക്ടേഴ്സ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും ആണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഡയറക്ടേഴ്സിന് ക്വാളിഫയിങ് ഷെയർ എടുക്കാനുള്ള കാര്യം. അപ്പോൾ ആ ഒരു കാരണം വെച്ചിട്ടാണ് അവരും ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് പറയുന്നത്. ദിസ് ഓൾസോ മേക്സ് ദം പാർട്ട്നേഴ്സ് വിത്ത് അതർ ഷെയർ ഹോൾഡർ. അപ്പോൾ അതുകൊണ്ടും അതായത് ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ ഇവരും കമ്പനിയുടെ ഷെയർ എടുക്കുന്നതുകൊണ്ട് ആ അർത്ഥത്തിലും അവരെ നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ദേ ഡു ഓൾമോസ്റ്റ് ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി ഇൻ ദ കപ്പാസിറ്റി ഓഫ് ദ പ്രൊപ്പറേറ്റർ. അപ്പോൾ ആ ഒരു മാനേജിങ് പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഷെയർ ഹോൾഡർ എന്ന പാർട്ട്ണർ എന്ന നിലയ്ക്ക് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ ഒരു പ്രൊപ്പറേറ്റർ ചെയ്യേണ്ട എല്ലാ ഫങ്ഷൻസും ഡയറക്ടേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പം അവർ ബട്ട് ദേ ആർ നോട്ട് ദ മാനേജിങ് പാർട്ട്നേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഫുൾ സെൻസിൽ ഇവരൊരു മാനേജിങ് പാർട്ട്ണർ എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഫ് ദേ ആർ ദ മാനേജിങ് പാർട്ട്ണർ, വൈ ദേ ആർ നോട്ട് ഓതറൈസ്ഡ് ടു ബൈൻഡ് ആഫ്റ്റർ ഡയറക്ടേഴ്സ്. അതായത് അവർ ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ അവർക്ക് മാനേജിങ് പാർട്ട്നേഴ്സിനെ നിൽക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു സെൻസിൽ നമുക്കവരെ ഫുള്ളി ഒരു മാനേജിങ് പാർട്ട്ണർ എന്ന് പറയാൻ പറ്റില്ല. കാരണം മാനേജിങ് പാർട്ട്ണറും ഡയറക്ടറും രണ്ട് സെൻസിലാണ് വരുന്നത്. നമ്മുടെ മാനേജിങ് പാർട്ട്ണറിലും കുറച്ചുകൂടി ഹയർ ലെവലിലാണ് ഡയറക്ടേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പം ഒരു പാർഷ്യലായിട്ടാണ് ഡയറക്ടേഴ്സിനെ നമുക്ക് മാനേജിങ് പാർട്ട്നേഴ്സായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഡയറക്ടേഴ്സ് ആർ ആസ് എംപ്ലോയീസ്.
ഒരിക്കലും നമുക്ക് ഡയറക്ടേഴ്സിനെ ഒരു എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല. അവർ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുള്ള സിറ്റിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനിയുടെ ഒരു എംപ്ലോയി എന്ന രീതിയിൽ ഒരു റെമ്യൂണറേഷനൊന്നും പറയുന്നില്ല. ഓക്കെ, സോ ഇപ്പം ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ വേണമെന്ന് ക്ലെയിം ചെയ്യാനും പറ്റില്ല. അതേസമയം ഇപ്പം നമ്മുടെ ഡയറക്ടേഴ്സ് അവരെന്തെങ്കിലും സർവീസസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സെക്രട്ടറി എന്ന രീതിയിലോ മാനേജർ എന്ന രീതിയിലൊക്കെ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കിട്ടേണ്ടതാണ്. അത് അവരുടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ സിറ്റിംഗ് ഫീസ് കൂടാതെയാണ് അത് കിട്ടേണ്ടത്. ഇനി നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും റിമൂവലും എങ്ങനെയാണ്? നമ്മുടെ ആദ്യം നോക്കുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും കമ്പനിയുടെ ഒരു ബ്രെയിനാണ്. അവർ കമ്പനിയുടെ സ്ട്രക്ചറിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ് അവർ വഹിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യക്തികൾക്ക് മാത്രമേ ഡയറക്ടേഴ്സ് ആവാനായിട്ട് പറ്റുള്ളൂ. ഒരു അസോസിയേഷനോ മറ്റൊരു ഫേമിനോ ഒരിക്കലും ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പറ്റില്ല. അപ്പം ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കമ്പനി ആക്ടിൻ്റെ സെക്ഷൻ 164 പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ്റെ ഇതില്ലാതെ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റഡ് ആവാം. അപ്പോൾ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പല രീതിയിലാണ്. അത് ആദ്യം അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ. നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ആർട്ടിക്കിൾ പ്രകാരം, അതുപോലെ തന്നെ കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന പ്രകാരം ഫസ്റ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം. ഇനി രണ്ടാമത് അപ്പോയിൻമെൻറ്റ് ഓഫ് സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചുകൊണ്ട്, കമ്പനിയുടെ തേർഡ് പാർട്ടീസ് തീരുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രിൻസിപ്പൽ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻസ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൂടുതൽ പേര് ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ രീതിയിൽ, അല്ലെങ്കിൽ ട്രൈബ്യൂണൽസ് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സിനെ നിയമിക്കാം.